കണാര, ലോർഡ് ചാൻസലറുടെ ഔദ്യോഗിക മുറിയിലെ ഞങ്ങളുടെ കൂടിക്കാഴ്ച നീണ്ടുനിന്നത് മണിക്കൂറുകളോളമായിരുന്നു. എന്നെ കേൾക്കാൻ ലോർഡ് ചാൻസലർ കാണിച്ച ക്ഷമ അത്ഭുതാവഹമായിരുന്നു. ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ച അവസാന വൈസ്രോയ് എന്ന നിലയിൽ ലോർഡ് മൗണ്ട്ബാറ്റൻ്റെ ഇന്ത്യയിലെ ഉത്തരവാദിത്തം തീർച്ചയായും സമാനതകളില്ലാത്തതായിരിക്കുമല്ലേ? ഞാൻ ലോർഡ് ചാൻസലറോട് ചോദിച്ചു. അതെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ്. നമസ്കാരം പ്രിയരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ വായിച്ചു തീർത്ത ഒരു പുസ്തകത്തെ പറ്റിയാണ്. ശ്രീ സുരേഷ് ബാബു മാങ്ങാട് എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച 1947 എന്ന പുസ്തകമാണിത്. ഫിക്ഷനും ഹിസ്റ്ററിയും ഇഴചേർന്ന മനോഹരമായ കുഞ്ഞു നോവലാണിത്. കണാരൻ എന്ന കോളേജ് അധ്യാപകനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെ വിഭജനകാല ചരിത്രവും നമ്മളിലേക്ക് ഒഴുകിയെത്തും. മികച്ചൊരു വായനാനുഭവമാണ് ഈ നോവൽ എനിക്ക് സമ്മാനിച്ചത്. വളരെ ലളിതമായ ഭാഷയാണ് ഈ നോവലിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് എനിക്കിതൊന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഒരു മികച്ച വായനാനുഭവം തന്നെ തരും. വളരെ വലിയൊരു പുസ്തകമൊന്നുമല്ല, ചെറിയൊരു പുസ്തകമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർക്കാം. നല്ല ഫ്ലോ ഉള്ള ഒരു പുസ്തകം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.